ശിവരിയിലോട്ട് എന്റെ പിതാവ് മുഖ്യമന്ത്രി ആദ്യം വന്ന സ്ഥലം ശിവരിയാണ്. എന്നെയും കൂട്ടിയിരുന്നു. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ MLA ആയതിനു ശേഷം എനിക്ക് ശിവരി വരണമെന്നുണ്ടായിരുന്നു. നന്ദി പറയാനായിട്ട് ഗുരുദേവന്റെ അടുത്ത്. ഇലക്ഷൻ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുരുദേവന് വേണ്ടി പോകാനും റഷ്യയുടെ പാർലമെന്റ് ഉൾപ്പെടെ പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചു. ഇനി ബ്രിക്സിന്റെ ഒരു സമ്മേളനം കോട്ടയത്ത് വെച്ച് നടത്താൻ പോകും. ഇതിനൊക്കെ നന്ദി പറയാൻ വേണ്ടി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. അപ്പം പാരിപ്പള്ളി തൊട്ട് നടക്കണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് നടന്നു തുടങ്ങിയത്. പക്ഷെ സമാധി അടയ്ക്കുന്നു പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തു. സമാധി പോയി തിരിച്ചു വന്ന് ബാക്കിയുള്ള പോയിന്റ് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന് മുന്നോട്ടുള്ള മാർഗം ഗുരുദേവൻ കാണിച്ചാണ്. അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് അത് ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും അറുതി അതായിരിക്കും. നമ്മൾ പരസ്പരമുള്ള പോരാട്ടവും പരസ്പരമുള്ള മാത്സര്യവും അവസാനിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയണം. ആ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പറഞ്ഞു വന്നു. സർവ്വ സമ്മേളനം നടത്തി. ആ സർവ്വ സമ്മേളനം 100-ാം വർഷം നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്ക് വലിയൊരു വിജയം പുതുപ്പള്ളി നൽകിയപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുമ്പോൾ നടന്നു തന്നെ വരണം എന്നൊരാഗ്രഹം. മൊത്തം നടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കുറച്ചു ദൂരം നടക്കണമെന്ന് ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പദയാത്രയ്ക്ക് വന്നപ്പോൾ പാരിപ്പള്ളിക്ക് ഇപ്പുറമാണ് നടന്നുള്ളൊരു ബാക്കി പത്രം കൂടി ഉണ്ട്. പാരിപ്പള്ളി വരെ നടന്നു ഞാൻ. പിന്നെ ഇങ്ങോട്ട് നടക്കാൻ പറ്റിയില്ല. ഇപ്പോ അതങ്ങ് പൂർത്തിയാക്കിയാണ്. ഏതായാലും ഗുരുദേവന്റെ ആദർശം ഈ ലോകത്തിന് മാതൃകയാണ്. തീർച്ചയായിട്ടും റഷ്യയിലെ ഡൂമയിൽ പ്രസംഗിച്ചപ്പോഴും ഗുരുദേവനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ എന്റെ പിതാവ് കാണിച്ചു തന്നൊരു മാർഗം. അദ്ദേഹമാണ് പാഠപുസ്തകങ്ങളിൽ ദൈവദശകം പഠിപ്പിക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും അദ്ദേഹം കാണിച്ചു തന്ന പാതയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നടന്നു വരുവാനുള്ള തീരുമാനമെടുത്തത്. ഞാൻ അയലൂരിൽ നടന്നു. പിന്നെ അടയ്ക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിയിലും കയറി. ഞാൻ തിരിച്ചു പോയി വീണ്ടും നടന്നു. നടന്നേ വരത്തുള്ളൂ. പാരിപ്പള്ളി തൊട്ട് അയലൂർ വരെ നടന്നു. ക്ലീനിങ് കഴുകി ഇറക്കിയതാണ്. ഇവിടെ നമ്മളെ മൈഡിയിലിടാണ്. ഓം ശാന്തി ശാന്തി. അയലൂരിൽ നിർത്തി നടക്കുന്നു പറഞ്ഞോണ്ടാ. പിന്നെ ഞാൻ ഒരു ഇത് ഓടുമായിരുന്നു. തിരിച്ചു വന്നു. ആണോ? ഞാനവിടെ പറഞ്ഞു